ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റ് ബോട്ടം ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ ഈ ഒരാഴ്ച നമുക്ക് റിവേഴ്സലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ ഒരു സാറ്റർഡേ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂസ് മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ ആ ഒരു വ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസിന് ശേഷം മാത്രമേ ട്രേഡ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നമുക്ക് കേൾക്കാം. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം നിഫ്റ്റി 15% അടുത്ത് സെല്ലിങ്ങിലെത്തി. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും മോർ ദാൻ 20%, എനിക്ക് തോന്നുന്നു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് നിയർ 25%ഓളം സെല്ലിങ് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പേഴ്സണലി എൻ്റെ അഭിപ്രായം മാർക്കറ്റ് ഏകദേശം ഒരു ബോട്ടം ഔട്ട് ആകാനായി. ഇനി വളരെ ചെറിയൊരു പെർസെൻറ്റേജ് സെല്ലിങ് മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഏകദേശം 22,000 എത്തിയ സമയത്ത് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള സെല്ലിങ് വന്ന ദിവസമാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും 3 റീസൺ ആണുള്ളത്. മാർക്കറ്റിൽ ഇനി ഒരിക്കലും താഴോട്ട് പോകുമെന്നല്ല, പകരം മാർക്കറ്റ് ടെമ്പറലി ഒരു ബോട്ട് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു റിവേഴ്സൽ പുൾ ബാക്കിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു അടുത്ത മൂവ്മെൻറ്റ് വരിക. അത് അപ്പ് ഓർ ഡൗൺ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നമുക്ക് നിലവിൽ ഇപ്പോൾ ബോട്ടം ഔട്ട് ആകാനും നിലവിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ സ്ക്രീനിൽ നിഫ്റ്റി 50യുടെ ചാർട്ട് കാണുമ്പോൾ നിഫ്റ്റി മുകളിലോട്ട് പോകുന്നതിന് മുൻപേ ഈ ഒരു 22,000 അല്ലെങ്കിൽ 21,800 to 22,400 എന്ന് പറയുന്ന ലെവലിൽ കുറേ നാളുകൾ അല്ലെങ്കിൽ മാസങ്ങളോളം ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് മുകളിലോട്ട് പോയത്. ഇല്ലെങ്കിൽ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഒരു 2,500 പോയിൻറ്റ്സോളം റാലി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലായാലും ഒരു ഇൻഡെക്സിലായാലും ഒരു പർട്ടിക്കുലർ ലെവലിൽ അത് ഒരു പരിധിയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോർമലി മേജർ ആയിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയ നിഫ്റ്റി മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ ഒരു സോൺ കുറേ കാലം സ്പെൻഡ് ചെയ്ത ഈ ഒരു സോൺ എന്താണ്, സ്വാഭാവികമായിട്ടും സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 21,800 21,900 വരെയൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു ബോട്ടം ഔട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. സോ ലാസ്റ്റ് വീക്ക് നിഫ്റ്റിയിൽ നമ്മൾ നല്ല രീതിയിലുള്ളൊരു റാലി കണ്ടു. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർ 5% മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ മാർക്കറ്റ് ബെഡ്ത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ മാർക്കറ്റ് ബെഡ്ത്ത് കൺസെപ്റ്റ് നിങ്ങൾ ഓരോവണ്ണം സൈറ്റ് ഉണ്ട്, ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും നമ്മുടെ മാർക്കറ്റ് ബെഡ്ത്ത് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ബെഡ്ത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പകരം അതിൻ്റെ താഴെ മാർക്കറ്റ് ബെഡ്ത്ത് ഹിസ്റ്റോറിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 മൂവിങ് ആവറേജിന് മുകളിൽ ജസ്റ്റ് 491 സ്റ്റോക്സ്, അതായത് നിയർ ഇല്ലെങ്കിൽ ലെസ് ദാൻ നമ്മുടെ NSEയിലെ 20% സ്റ്റോക്സ് മാത്രമാണ് 200 മൂവിങ് ആവറേജിന് മുകളിലുള്ളത്. ബാക്കി 80% സ്റ്റോക്കുകളും എന്താണ് 200 മൂവിങ് ആവറേജിന് താഴെയാണുള്ളത്. അതായത് എക്സ്ട്രീം ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ വന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്താണ്, ഇല്ലെങ്കിൽ ഓവർ സോൾഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഇപ്പോൾ RSI ഓവർ സോൾഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഇത്. അപ്പം ഒരു 80-90% സ്റ്റോക്കുകൾ 200 മൂവിങ് ആവറേജിന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു സെല്ലിങ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെ നിന്ന് ഒരു ഷോർട്ട് ടൈം പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളത് വളരെ കോമൺ സെൻസാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബോട്ടം ഔട്ട് ആകാനും അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ് മാർക്കറ്റ് ബെഡ്ത്ത്, രണ്ടാമത്തത് നിഫ്റ്റിയുടെ സപ്പോർട്ട് സോൺ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി സ്റ്റോക്കുകൾ, നമ്മൾ സ്റ്റോക്കിൻ്റെ ചാർട്ടുകൾ പരിശോധിക്കുമ്പം നിരവധി സ്റ്റോക്കുകൾ അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് സോണിൽ ഇല്ലെങ്കിൽ നമ്മൾ പറയാറില്ല ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി 150% ഇല്ലെങ്കിൽ എന്താണ് 150% റിട്ടേൺ തന്നിട്ട് അവിടെ നിന്ന് അത് തിരിച്ചു വന്ന് എവിടെയാണോ അതിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് തന്ന പോയിന്റ് അവിടെ തിരിച്ചെത്തി. ഓക്കെ, അപ്പം പഴയ റെസിസ്റ്റൻസ് എന്താണ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ നിരവധി സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്റ്റോക്ക് മുകളിലോട്ട് പോയി ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് തരുന്നു. ഓക്കെ,
ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ആരൊക്കെയോ ട്രേഡ് എടുത്തു, ഇല്ലെങ്കിൽ എൻട്രി എടുത്തു. ബ്രേക്ക് ഔട്ടിന് ശേഷം സ്റ്റോക്ക് ഒരു 100-150% മൂവ് ചെയ്തു എന്ന് വിചാരിച്ചോ. അതിനുശേഷം തിരിച്ച് ആ സ്റ്റോക്ക് പഴയ റെസിസ്റ്റൻസ് സോൺ എന്താണ്, നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അല്ലേ. സോ ഈ ഒരു സോണിലെത്തി നിരവധി സ്റ്റോക്കുകൾ. എനിക്കിപ്പം സെബിയുടെ റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് പേരെടുത്ത് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്പം നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ്, ചെന്നൈ പെട്രോളിയം, മാൻ ഇൻഡസ്ട്രീസ്, മോയിൽ, കരിയർ പോയിന്റ്സ്, മോർ ദാൻ 50 സ്റ്റോക്സ് ഇങ്ങനെ ഒരു മേജർ സപ്പോർട്ട് സോണിലോട്ട് തിരിച്ചെത്തി. സോ സ്വാഭാവികമായിട്ടും എന്താണ്, ആ സ്റ്റോക്കുകൾ സപ്പോർട്ടിൽ നിന്നൊരു റിവേഴ്സലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റി സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്, സ്റ്റോക്ക് സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ബ്രെഡ്ത്ത് എക്സ്ട്രീം ലോയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാം കൊണ്ടും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പാനിക് സെല്ലിംഗ് അല്ലാത്തത് കൊണ്ട്, മാർക്കറ്റിലൊരു പാനിക്ക് വന്ന് സഡൻ ആയിട്ടുള്ളൊരു ഫാള് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലോജിക്കൊന്നും വർക്കൗട്ട് ആകണമെന്നില്ല. പക്ഷെ അല്ലാതെ സ്ലോലി ഇഞ്ചിഞ്ചായിട്ട് താഴോട്ട് വരുന്ന മാർക്കറ്റിൽ ചെറിയ പുൾ ബാക്ക് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഫുള്ളി ബോട്ടം ഔട്ടായി തിരിച്ച് മുകളിലോട്ട് ഇങ്ങനെ കയറും എന്നല്ല. ഒരിക്കലും കൊറോണയുടെ സമയത്ത് വന്ന പോലത്തെ ഒരു വി ഷേപ്പ് റിക്കവറി സഡൻ ആയിട്ട് മാർക്കറ്റ് വീണ പോലെ തന്നെ, അല്ലെങ്കിൽ കൊറോണ എന്താ പറയുക ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമയത്തൊക്കെ വീണു അതിനുശേഷം കയറിയ പോലെ ഒരു വി ഷേപ്പ് റിക്കവറി ഈ ഒരു മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി തരും. എല്ലാവർക്കും നമ്മളുടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടേ ഈ തവണ കയറി പോകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബോട്ട് ഔട്ടായി എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വറീഡ് ആകേണ്ട കാര്യമേ ഇല്ല. കാരണം മാർക്കറ്റ് ഈ തവണ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി തന്നിട്ടേ കയറുകയുള്ളൂ. പെട്ടെന്നൊന്നും തിരിച്ച് കയറുമെന്ന് പേഴ്സണലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു മാർച്ച് മാസം പേഴ്സണലി ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്റ്റിൽ എൻ്റെ വ്യൂ. മാർച്ച് മാസം മാർക്കറ്റ് മന്ത്ലി ക്ലോസിങ് പോസിറ്റീവിലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 1996 ശേഷം ഫസ്റ്റ് ടൈമാണ്, ഒരു 29 വർഷങ്ങൾക്ക് ശേഷമാണ് ഫസ്റ്റ് ടൈം 5 മന്ത്സ് കണ്ടിന്യൂസ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. സോ അതൊരു 6 മന്ത്സ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് റെയർ ആണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതൊരു 6 മന്ത്സ് ആണ് മാർച്ച് വരുന്നത്. സോ 5 മന്ത്സ് കണ്ടിന്യൂസ് ലൂസിങ് സ്ട്രീക്സ് ഈ മാസം ബ്രേക്ക് ചെയ്യും, ഈ മാസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സ്റ്റിൽ മാർക്കറ്റ് അതിനുശേഷം മുകളിലോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, സൈഡ് വേസിലോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ വ്യൂ. ഗ്രാജുവലി മേ ബി വീണ്ടും പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം നമ്മളുടെ ഈ മാർക്കറ്റ് തരും. ഓക്കെ, പിന്നെ നമ്മളുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ US ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ US ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഡോളർ ഇൻഡെക്സ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടായിരുന്നു, മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് കഴിഞ്ഞ കുറച്ച് ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഗ്രാജുവലി ഒരു വീക്ക്നെസ് സെല്ലിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മേ ബി എന്താണ് ഇതൊരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സെയിം ടൈം നമ്മൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. US മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്, US മാർക്കറ്റിൽ ഒരു സെൽ ഓഫിനുള്ള പോസിബിലിറ്റി ഉണ്ട്, US മാർക്കറ്റ് നമ്മുടെ മദർ മാർക്കറ്റാണ്, US മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കാനുള്ള, ഇന്ത്യൻ മാർക്കറ്റിനെ അല്ല ഗ്ലോബലി ഉള്ള എല്ലാ മാർക്കറ്റിനെയും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ S&P 500ൻ്റെ ചാർട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം ലാസ്റ്റ് വീക്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിങ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ അല്ലേ, നമ്മളിപ്പോൾ ഡെയിലി ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് സോണിലൊക്കെ എത്തി, ഒരു സപ്പോർട്ട് സോണിലെത്തി. ലാസ്റ്റ് വീക്ക്ലി ക്യാൻഡിൽ നമ്മളൊരു ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് ഒക്കെയാണ് കണ്ടത്. സ്റ്റിൽ ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, പക്ഷെ ഓവറോൾ എന്താണ്, നമുക്കിവിടെ നോക്കുമ്പം ഒരു വീക്ക്നെസ് ആണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അല്ലേ, ഒരു വീക്ക്നെസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഡൗ ജോൺസിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സെൽ ഓഫ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു സെൽ ഓഫ് നമുക്കിവിടെ ലാസ്റ്റ് വീക്ക്ലി ക്യാൻഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെൽ ഓഫ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം 2025 സെപ്റ്റംബർ ഇല്ലെങ്കിൽ ഈ ഒരു സോണിന് ശേഷം ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഡൗ ജോൺസ് ഒന്നും ഗെയിൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്,
അതിൻ്റെ അർത്ഥം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല. ഇല്ലെങ്കിൽ ട്രംപ് വിജയിച്ചതിന് ശേഷം ട്രംപിൻ്റെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് മാർക്കറ്റ് കൊടുത്തിട്ടുള്ള മൂവ്മെൻറ്റ് മൊത്തം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത് അത്ര നല്ലൊരു കാര്യമല്ല അല്ലേ. നോർമലി നമുക്കറിയാം മോഡി ജയിക്കുന്ന സമയത്തൊക്കെ മാർക്കറ്റ് നല്ല കണ്ടിന്യൂസ് അപ്സൈഡാണ് പോകാറുള്ളത്. ഇത്തവണയല്ല, ആദ്യകാലങ്ങളിലൊക്കെ ജയിച്ച സമയത്ത് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒക്കെ ജയിച്ച സമയത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇവിടെ ട്രംപ് ജയിച്ചപ്പോഴും അതേപോലെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു മാർക്കറ്റിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ ഒരു മുഴുവൻ ഗെയിനും വൈപ്പ് ഔട്ടായി എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. മാത്രമല്ല ടെക്നിക്കലി നോക്കുമ്പോൾ നമുക്ക് എന്താണ് ലാർജ് റെഡ് ക്യാൻഡിൽസ് ഒക്കെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ മേ ബി ഈ ഒരു സപ്പോർട്ട് സോണിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഫർദർ സെൽ ഓഫിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതത്ര നല്ലൊരു സിഗ്നലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ മൊത്തം ചുരുക്കം എന്ന് പറയുന്നത് നമ്മളുടെ മാർക്കറ്റ് ചെറിയ രീതിയിൽ ബോട്ടം ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് US മാർക്കറ്റിൽ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ ഒരു സൈഡ് വേസിലോട്ട് പോയേക്കാം. ഓക്കെ, ഒരു സൈഡ് വേസിലോട്ട് പോയേക്കാം. ഇല്ലെങ്കിൽ US മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റും ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസണബിൾ വാല്യുവേഷനിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കറക്ഷൻ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ചെറിയ രീതിയിൽ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളാരും മാർക്കറ്റ് ബോട്ടം ഔട്ടായി എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല 5% അപ്സൈഡ് പോയി എന്ന് വിചാരിച്ച് പാനിക്കായിട്ട് ബൈ ചെയ്യണമെന്നില്ല. മേ ബി 1 or 2 മന്ത് നമ്മൾ പോസിറ്റീവായിട്ട് മാർക്കറ്റ് നിന്നാലും വരുന്ന മാസങ്ങളിലോട്ട് ഗ്രാജുവലി ഒരു സൈഡ് വേസ് ടു വീണ്ടും ഈ ഒരു സപ്പോർട്ട് സോണൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് കളിക്കാനും സ്റ്റോക്കുകളിലൊക്കെ ഒരു സെൽ ഓഫ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ബോട്ടത്തിൽ നിന്ന് 5% അപ്സൈഡ് പോയി എന്നൊന്നും ചിന്തിക്കേണ്ട. എല്ലാവർക്കും അവസരം തന്നിട്ടേ ഈ മാർക്കറ്റ് കയറുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള വിശ്വാസം, എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ. ഒരിക്കലും നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യണമെന്നല്ല, പക്ഷേ എൻ്റെ വ്യൂ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. ഒരു വി ഷേപ്പ് റിക്കവറി നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വ്യൂ എന്താണ്? നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റിനെ കുറിച്ച് തോന്നുന്നത്? കാരണം ചിലപ്പം നല്ല വ്യൂ ഉള്ള നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വ്യൂ ഷെയർ ചെയ്യുക. നമുക്കെല്ലാവരുടെയും കമൻറ്റ്സ് എടുക്കാം. നമുക്കതിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് ഉചിതമെന്ന് തോന്നുന്നത് അതിനനുസരിച്ച് നമുക്ക് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.